വിശുദ്ധാലയത്തിലേക്ക് കർത്താവിനെ സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തലകളെ വണക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകലഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങളങ്ങേ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മിശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്ത ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാൻ നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. മുട്ടുകളെ മടക്കി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴിയിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീ. സ്വർഗസ്ഥ പിതാവേ,
നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തേണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാത്ത പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിലൂടെ തങ്കലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾക്കുവീ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും നഗലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്നേഹത്തിന്റെയും സഹിത്വത്തിന്റെയും വിശുദ്ധ ഉടമ്പടിയാൽ പുരുഷനെയും സ്ത്രീയെയും അവിടെ നിന്നാക്കി തീർക്കുന്ന കുടുംബം എന്ന സ്ഥാപനത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ബഹുമാനത്തോടും ആദരവോടും പരസ്പരം കരുതുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പരസ്പരം സഹായിക്കാനും കൃപയും സ്നേഹവും നൽകണമെന്ന് ഏകദൈവമായ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ശാന്തമായിരിക്കാം. ഇപ്പോൾ ഒന്നാം വേദപാഠം പഴയ നിയമ വേദഭാഗം വായിച്ച് കേൾക്കാം. അധ്യായം 1-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന വേദങ്ങളെ കേൾപ്പീൻ. 29-ാം അധ്യായം 1-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്ക് പ്രദേശത്തെത്തി. അവൻ ഇവിടെ പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിന്റെ മക്കളുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്തെ കൂട്ടങ്ങളൊക്കെയും കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ കല്ലെടുക്കി ആളുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടുത്തുകാരെന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ നാഹോരിന്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയുമെന്ന് അവൻ പറഞ്ഞു. അവൻ അവരോട്, അവൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. സുഖം തന്നെ. അവന്റെ മകൾ റാഹേൽ ആടുകളോട് കൂടെ വരുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഭാര്യയും വളരെ ഉണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടുപോയി തീറ്റുവിനെന്ന് അവൻ പറഞ്ഞതിനവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലിട്ടും പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ
തന്റെ അപ്പന്റെ ആടുകളോട് കൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്നു കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ല് കിട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്നും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു. ലാബാൻ തന്റെ സഹോദരന്റെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ലാബാൻ അവനോട് നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവനൊരു മാസക്കാലം അവന്റെ അടുക്കൽ പാർത്തു. ലാബാൻ യാക്കോബിനോട് നീ എന്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്ത് പ്രതിഫലം വേണം? എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയായെന്നും ഇളവൾക്ക് റാഹേൽ എന്നും പേർ. ലേയായുടെ കണ്ണിന് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേൽ സുന്ദരിയും മനോഹരൂണിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയമകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അതിന് ലാബാൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിൽ നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവർ അവളെ സ്നേഹിച്ചുകൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. ഇവിടെ പഴയ ഭാഗം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു. സങ്കീർണം 120 സങ്കീർത്തനം 10 യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരു തൈകൾ പോലെയും ഇരിക്കും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലത്തെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. പരിശുദ്ധ ആത്മാവിനോ മുക്ത ഉണ്ടാകട്ടെ. ആദിങ്കലോ ഇപ്പോഴോ ഉള്ള പ്രകാരം തന്നെ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദേവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കനമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെ വിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ ലേഖന ഭാഗം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. നിങ്ങൾ കേട്ടത് വിശുദ്ധ സുവിശേഷം ആകുന്നു. ഹാലേ 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 ലൂയ, ഹാലേ 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 ലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്ന എല്ലാവരെയും സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.